This is our next topic, which so this is our topic. This is convex optimization. So we know the two different shapes, right? Which is convex and concave. We'll see what exactly is meant by a convex set and a convex function, and we will. We do not have much to learn about convex optimization in this module. We will just learn the basics of convex optimization. That's all. So നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഗ്രേഡിയന്റ് ഡിസെന്റ് that is normally used to find the local minima or local optima, right? But in the case of convex optimization, we try to find the global minima or the global optima. So first of all, we have a convex set, and this is the definition of convex set. A set C is a convex set if for any x, y, and c, and for any scalar theta with theta 0 less than or equal to theta less than or equal to 1, we have theta x plus 1 minus theta y. This also belongs to C. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷേ ഇത് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സി വി ഹാവ് എ സെറ്റ് ഹിയർ. Okay, we have a set of elements, and we take any two elements x and y. ഈ സെറ്റിലെ രണ്ട് എലമെന്റ്സ് ആണ് എക്സും വൈയും, ആൻഡ് വി കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്ട്രെയിറ്റ് ലൈൻ കണക്റ്റിംഗ് എക്സ് ആൻഡ് വൈ. സ്ട്രെയിറ്റ് ലൈൻ കണക്റ്റിംഗ് എക്സ് ആൻഡ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ the equation or the representation of this particular line will be theta x plus 1 minus theta y. ഈ ഫോമാറ്റിലായിരിക്കും ഈ ലൈനെ റെപ്രസെന്റ് ചെയ്യുക. ഏതാണ്ട് y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ളൊരു ഫോമാറ്റാണ് ഇത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി എന്നുള്ളൊരു അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു എം എക്സ് എന്നുള്ളൊരു പർട്ടിക്കുലർ ഫോമാറ്റാണ്. ഇതിൻ്റെ സിമ്പിളായിട്ട് ഇതിൻ്റെ സ്ലോപ്പൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഇങ്ങനൊരു ലൈനിനെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, straight line between 2 points x and y, all intermediate points will lying on this straight line will be there in the set C. ഇതാണ് ഒരു കോൺവെക്സ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ കോൺവെക്സ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റിനകത്തുള്ള ഏത് രണ്ട് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും ആ രണ്ട് പോയിന്റ്സിനെ ചേർത്ത് നിങ്ങൾ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ യൂസിങ് ദിസ് പർട്ടിക്കുലർ റെപ്രസെൻറ്റേഷൻ ഇതുപോലെ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഓൾ അതർ പോയിന്റ്സ് which are lying on the straight line will be there in the set in this particular set C. ഇതിനെയാണ് നമ്മൾ സാധാരണ ഒരു കോൺവെക്സ് സെറ്റ് എന്ന് പറയുന്നത്. ഒരു കോൺവെക്സ് സെറ്റിന് ഇങ്ങനത്തെ ഒരു സെറ്റാണെങ്കിൽ, ഞാൻ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനത്തെ ഒരു സെറ്റാണെങ്കിൽ ഇതിനകത്തുള്ള ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും ആ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ലൈൻ ദാറ്റ് വിൽ ബി എൻറ്റയർലി വിതിൻ ദാറ്റ് പർട്ടിക്കുലർ സെറ്റ്. ഇതും നമ്മൾ എടുത്തു കഴിഞ്ഞാലും that will be completely within that set, right? അതേസമയം ഞാൻ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ സെറ്റാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇവിടെ നിന്നുള്ള രണ്ട് പോയിന്റ്സ് എടുത്ത് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, the entire points will be within that particular set itself. But if I connect these 2 points, ഇതിനെ രണ്ടിനെയും കൂടെ ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ you can see that some portion of the straight line, a particular portion, this is in fact outside this set, right? So this particular set is not really convex, but this is in fact convex. അതാണ് ഇതാ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ this is actually an example of a convex set, and this is in fact an example of a non-convex set, because if you draw a line from here to here, a part of that line will be outside this set. So convex sets are sets such that a straight line connecting any two elements of the set lie inside the set. അതാണ് നമ്മൾ സാധാരണ കോൺവെക്സ് സെറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട്സ് എ കോൺവെക്സ് സെറ്റ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് such that if you take any 2 points and connect these 2 points forming a straight line, all the points inside the straight line will be inside that set itself, or the straight line will be completely within that set itself. അങ്ങനെ വരുന്ന സെറ്റിനെയാണ് കോൺവെക്സ് സെറ്റ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഈസ് കോൺവെക്സ് ഫങ്ഷൻസ്. കോൺവെക്സ് ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, that's a definition. Let the function f from r to the power d to r be a function whose domain is a convex set. A function f is a convex function if for all xy in the domain of f and for any scalar theta with 0 less than or equal to theta less than or equal to 1, f of this thing is less than or equal to this thing. I mean, ഇങ്ങനെ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, ഞാനത് നോക്കി വായിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, എ കോൺവെക്സ് ഫംഗ്ഷൻ ഓർ എ കോൺവെക്സ് ഫംഗ്ഷൻ ഹാസ് എ ഡൊമൈൻ ഓഫ് എ കോൺവെക്സ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, കോൺവെക്സ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതായത് അതിനകത്തുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച്, അതിനകത്തുള്ള ഏത് രണ്ട് പോയിന്റ്സിനെ എടുത്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ്സ് എല്ലാം ആ സ്ട്രെയിറ്റ് ലൈനിലുള്ള പോയിന്റ്സ് എല്ലാം ഈ സെറ്റിനകത്ത് തന്നെ ഉണ്ടാവും. നമുക്ക് അങ്ങനത്തെ ഒരു കോൺവെക്സ് സെറ്റിനെ എടുക്കാം. ദിസ് ഈസ് എ കോൺവെക്സ് സെറ്റ്. ഞാൻ ഇവിടെ നിന്ന് രണ്ട് പോയിന്റ്സിനെ എടുത്തു. സേ ദിസ് ഈസ് എക്സ്, ഓക്കെ, ദിസ് ഈസ് ബെറ്റർ, ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. ഈ രീതിയിൽ രണ്ട് പോയിന്റ്സിനെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ connect these 2 points using a straight line, and the equation of the straight line will be what? A into theta plus write something like this, theta into A plus 1 minus theta into B. ഇതായിരിക്കും ഈ ഇക്വേഷൻ, ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ചെയ്തിരുന്നത്. തീറ്റ ഇൻറ്റു എ പ്ലസ് 1 മൈനസ് തീറ്റ ഇൻറ്റു ബി. ഈ തീറ്റയ്ക്ക് നിങ്ങൾ ഏത് വാല്യൂ ഇട്ട് കൊടുത്തോ ആ വാല്യൂ എല്ലാം കൊടുക്കുന്നതനുസരിച്ച് കിട്ടുന്ന പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇവിടേക്കായിരിക്കും വരിക. തീറ്റയ്ക്ക് നിങ്ങൾ 0.5, വാല്യൂ ഓഫ് തീറ്റ റേഞ്ചസ് ബിറ്റ്വീൻ 0 ആൻഡ് 1, അങ്ങനെയാണ് വരിക. തീറ്റ റേഞ്ചസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. തീറ്റയുടെ വാല്യൂ 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ യു ഗെറ്റ്? 0 ഇൻറ്റു എ പ്ലസ് 1 മൈനസ് 0 ഇൻറ്റു ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിന്റ് കിട്ടും. തീറ്റയുടെ വാല്യൂ 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 1 ഇൻറ്റു എ പ്ലസ് 0 ഇൻറ്റു ബി, നിങ്ങൾക്ക് ഈ പോയിന്റ് കിട്ടും. തീറ്റയുടെ വാല്യൂ 0.5 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട് മിഡിൽ പോയിന്റ് കിട്ടും. അങ്ങനെയാണ് ഇതിനകത്തിലെ ഈ എല്ലാം വരുന്നത്. ഓക്കെ, നൗ യു ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ്. എഫ് ഈ സെറ്റിനകത്തുള്ള എഫ് എന്നൊരു ഫംഗ്ഷൻ നിങ്ങൾ ഡിഫൈൻ ചെയ്തു. എഫ് എന്നൊരു ഫംഗ്ഷൻ ഒരു സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്യുന്നു എന്ന് വെച്ച് കേൾക്കാലോ അല്ലേ? ഹലോ ഹലോ ഹലോ. Okay, actually I am using the mobile hotspot. That's why whenever a call comes, the net automatically gets disconnected. That is why I am repeatedly asking. Okay, we are defining a function from C to C. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ സിയിൽ നിന്ന് ഈ സിയിലെ എലമെന്റ്സിലേക്ക് തന്നെ നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പോയിന്റ് ആയിരിക്കും, റേഞ്ച് എന്ന് വെച്ചാലും ഇതിനകത്ത് ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എ ഇതാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഫ് ഓഫ് എ കണ്ടുപിടിക്കാം. എഫ് ഓഫ് എ വിൽ ബി സം അതർ പോയിന്റ്. ദിസ് ഈസ് ഇൻ ഫാക്ട് എഫ് ഓഫ് എ, റൈറ്റ്? ആൻഡ് ബി ഇതാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഫ് ഓഫ് ബി കണ്ടുപിടിക്കാം. എഫ് ഓഫ് ബി വിൽ ബി സം അതർ പോയിന്റ്, റൈറ്റ്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഇവിടെ ഒരു പോയിന്റ് എടുക്കാം. ഇവിടെ ഒരു പോയിന്റ് എടുക്കാം മീൻസ് യു ആർ ഇൻ ഫാക്ട് ഫൈൻഡിങ്. ജസ്റ്റ് എ മൊമെന്റ്. ഓക്കെ. സോ ഇവിടെ നിങ്ങൾക്കൊരു മിഡ് പോയിന്റ് എന്നില്ല, ഈ ലൈനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. ഈ പോയിന്റിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, തീറ്റ ഇൻറ്റു എ പ്ലസ് 1 മൈനസ് തീറ്റ ഇൻറ്റു ബി എന്നൊക്കെയുള്ള ഫോമാറ്റിൽ നിങ്ങൾക്ക് ഈ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാം. നിങ്ങൾക്ക് തീറ്റയ്ക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം. തീറ്റയ്ക്ക് നിങ്ങൾ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഓരോ പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കിത് ഇതിനെയും എങ്ങോട്ടെങ്കിലും മാപ്പ് ചെയ്യാം. ഈ പോയിന്റിനെ ഞാൻ തൽക്കാലം ഓക്കെ, ഈ പോയിന്റിനെ നമ്മൾ ഇങ്ങോട്ട് മാപ്പ് ചെയ്തിരുന്നു, ഈ പോയിന്റിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്തിരുന്നു, ഈ പോയിന്റിനെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ മാപ്പിംഗ് എന്ന് പറയുന്നത്, റൈറ്റ്? ഈ പോയിന്റിനെ തൽക്കാലം ദിസ് ഈസ് എഫ് ഓഫ് തീറ്റ എ പ്ലസ് 1 മൈനസ് തീറ്റ ഓഫ് ബി. ഇതിനെ ഞാൻ അങ്ങോട്ട് എഴുതി വയ്ക്കാം. ദിസ് ഈസ് എഫ് ഓഫ് തീറ്റ എ പ്ലസ് 1 മൈനസ് തീറ്റ ബി. ഇതാണ് ഈ പർട്ടിക്കുലർ പോയിന്റ്. ഇനി നിങ്ങൾക്ക് ആക്ച്വലി ഈ പോയിന്റിനെ കൂടെ കണ്ടുപിടിക്കാം. ഈ പോയിന്റിനെ കൂടെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത്
ഈ രണ്ട് ലൈൻസിനെയും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കാരണം ഇത് ഇൻസൈഡ് ദിസ് പർട്ടിക്കുലർ സെറ്റിനകത്ത് തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഈ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസിലുള്ള എല്ലാ പോയിന്റ്സും ഈ സെറ്റിനകത്ത് തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് തീറ്റയാണോ ഉപയോഗിച്ചത് അതേ തീറ്റ തന്നെ നിങ്ങൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഏത് തീറ്റയാണോ ഉപയോഗിച്ച് അതേ തീറ്റ തന്നെ നിങ്ങൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ what you are getting is theta into left point plus 1 minus theta into right point. What is right point? F of b. ഇതാണ് ആക്ച്വലി ഈ സ്ട്രെയിറ്റ് ലൈനിനകത്തുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റ്. തീറ്റ ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് 1 മൈനസ് തീറ്റ ഇൻറ്റു എഫ് ഓഫ് ബി. ഇവിടെ നിങ്ങൾ തീറ്റയ്ക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉപയോഗിച്ചിരുന്നു. ആ വാല്യൂ ആയിരിക്കും ഇവിടെയും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകുക. ആ പോയിന്റ് മേ ബി സംതിങ് ലൈക്ക് ദിസ്. ഈ എന്താണ് ഈ കോൺവെക്സ് ഫംഗ്ഷൻ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺവെക്സ് ഫംഗ്ഷൻ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫംഗ്ഷൻ ഏതാണ്ട് ഈ രീതിയിലായിരിക്കും പോവുക. കോൺവെക്സ് ഫംഗ്ഷൻ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും സെയിം തീറ്റയുടെ വാല്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദിസ് പർട്ടിക്കുലർ പോയിന്റ് വിൽ ഹാവ് എ ഹയർ വാല്യൂ ദാൻ ദിസ് പർട്ടിക്കുലർ പോയിന്റ്. ഇതാണ് ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സാധാരണ കോൺവെക്സ് ഫംഗ്ഷൻസ് എന്ന് പറയും. ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ പറയാം. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. വളരെ ഒരു വേഗമായിട്ടൊരു ഐഡിയ മാത്രമേ നിങ്ങൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ടാവൂ. ലെറ്റ് മീ explain it once again. ഓക്കെ, നമുക്കറിയാം നമുക്കൊരു കോൺവെക്സ് സെറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇതൊരു കോൺവെക്സ് സെറ്റാണ്. ഈ കോൺവെക്സ് സെറ്റിനകത്തുള്ള രണ്ട് പോയിന്റ്സ് നമ്മൾ എടുത്തു. ഈ കോൺവെക്സ് സെറ്റിനകത്ത് ഓക്കെ നമ്മളൊരു ഫംഗ്ഷൻ എടുത്തു. ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻഫാക്ട് എഫ് എന്നുള്ള ഫംഗ്ഷനാണിത്. ഈ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ മുകളിലേക്കും താഴേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും. റൈറ്റ്, ഇവിടെ നിങ്ങൾ ഇതിനകത്ത് നിന്ന് രണ്ട് പോയിന്റ്സ് എടുത്തു. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പോയിന്റ്സ് എടുത്തു. എയും ബിയും ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സം പോയിന്റ് പി എന്നൊരു പോയിന്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയേക്കും. വേർ പി ഈസ് ഈക്വൽ ടു ഇതിനകത്തുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റ് ആയതുകൊണ്ട് വിച്ച് ഈസ് ഇൻഫാക്ട് തീറ്റ ഇൻറ്റു P is equal to theta into A plus 1 minus theta into B എന്നുള്ള ഫോമാറ്റിൽ നിങ്ങൾക്ക് ഇത് പി എന്നൊരു പോയിന്റ് എടുക്കാൻ പറ്റും. ദിസ് ഇസ് ദ പോയിന്റ് പി. ഇത് പി ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് എഫ് ഓഫ് പിയും ആയിരിക്കും അല്ലേ. ഇതിനെയാണ് നമ്മൾ സാധാരണ എഫ് ഓഫ് പി എന്ന് പറയുന്നത്. ദിസ് ഈസ് പി ആണെങ്കിൽ ദിസ് ഈസ് ഇൻഫാക്ട് എഫ് ഓഫ് പി. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ തമ്മിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഈ രണ്ട് പോയിന്റ്സിനെ ഈ പോയിന്റ്സും കോൺവെക്സ് സെറ്റിനകത്ത് കിടക്കുന്നുണ്ട്. ഈ പോയിന്റ്സിനെ തമ്മിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇവിടെ തീറ്റയുടെ വാല്യൂ ഏതുപയോഗിച്ചോ അതേ വാല്യൂ തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ഇൻറ്റു ലെഫ്റ്റ് പോയിന്റ് പ്ലസ് 1 മൈനസ് തീറ്റ ഇൻറ്റു റൈറ്റ് പോയിന്റ് എന്നുള്ള രീതിയിൽ എടുക്കാം. ദാറ്റ് പോയിന്റ് വിൽ ബി സംവെയർ ഹിയർ എന്നാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ അതായത് ഈ പർട്ടിക്കുലർ തിങ് തീറ്റ ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് 1 മൈനസ് തീറ്റ ഇൻറ്റു എഫ് ഓഫ് ബി ഈസ് ഇതിവിടെ അല്ല വരുന്നത്. ഇത് വരുന്നത് എവിടെയാണ്? ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഇത് വരുന്നത് ആക്ച്വലി ഈ പർട്ടിക്കുലർ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും അല്ലേ. അത് വരുന്നത് ഈ പർട്ടിക്കുലർ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഈ പോയിന്റ് വരുന്നത് ഈ പർട്ടിക്കുലർ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഫോർ ദ സെയിം വാല്യൂ ഓഫ് തീറ്റ എഫ് ഓഫ് പി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് പർട്ടിക്കുലർ പോയിന്റ്. ഇത് പോയിന്റിനെ ഞാൻ തൽക്കാലം ക്യൂ എന്ന് വിളിക്കാം. ക്യൂ എഫ് ഓഫ് പി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ എന്ന് വരികയാണെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സാധാരണ കോൺവെക്സ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടേക്ക് ഇനി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ രണ്ട് പോയിന്റ്സ് എടുത്തു. എയും ബിയും എക്സ് ആക്സിസ് ഇങ്ങനെ പോവുകയാണ്. ഇതൊരു കോൺവെക്സ് സെറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് എഫ് ഓഫ് എ എഫ് ഓഫ് ബിയും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷനിലെ പോയിന്റ് എഫ് ഓഫ് ദിസ് പർട്ടിക്കുലർ തിങ് ആയിരിക്കും ഈ പോയിന്റ്. പക്ഷേ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിനെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിനെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സെയിം തീറ്റ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ പോയിന്റ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് വിൽ ബി സംവെയർ ഹയർ ദാൻ ദിസ് പർട്ടിക്കുലർ പോയിന്റ്. ഈ രീതിയിൽ വരുന്ന ഫംഗ്ഷൻസിനെയാണ് കോൺവെക്സ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിനെ കോൺവെക്സ് ഫംഗ്ഷൻസ് എന്ന് പറയാൻ കാരണമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കോൺവെക്സ് ആയിട്ട് ഇതിങ്ങനെ കോൺവെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. സോ ഇറ്റ് ഈസ് ദ ഓപ്പണിംഗ് ഗെറ്റ്സ് വൈഡർ.
എൻ്റെ താഴത്തെ പോയിന്റിനേക്കാൾ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ വരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സാധാരണ കോൺവെക്സ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഫംഗ്ഷൻ ഉണ്ട്, കോൺകേവ് ഫംഗ്ഷൻ. കോൺകേവ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇത് കോൺകേവ് ആയിട്ട് വരും, കോൺകേവ് ഷേപ്പിൽ വരും. ഇതിനെയാണ് ആക്ച്വലി കോൺവെക്സ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ വി ഹാവ് a concave concave function is the negative of a convex function. ഇത് കോൺവെക്സ് ആണ്, ഇത് കോൺകേവ് ആണ്. ഇങ്ങനത്തെ ഫംഗ്ഷനാണ് സാധാരണ കോൺകേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പം ഒരു രീതിയിൽ നമുക്കൊരു ഫംഗ്ഷനെ കോൺവെക്സ് ഫംഗ്ഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചു. അതായത് എങ്ങനെയാണ്, ഒന്നുകിൽ നമുക്ക് ഇതിനെ വരച്ചു നോക്കാം. ഇങ്ങനെ വരച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പിലാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് പറയാം. രണ്ടാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ പോയിന്റ്സും എടുക്കുക. ഇതിനകത്തുള്ള ഈ ഫംഗ്ഷനിലുള്ള ദിസ് ഈസ് എക്സ് ആണെങ്കിൽ, ദിസ് ഈസ് എക്സ് ആണെങ്കിൽ ഇത് എഫ് ഓഫ് എക്സ് എടുക്കുക. ഇത് വൈ ആണെങ്കിൽ ദിസ് ഈസ് എഫ് ഓഫ് വൈ എടുക്കുക. ഇത് തമ്മിൽ ഇവിടെ നിന്നൊരു പോയിന്റ് എടുക്കുക. ഈ ലൈനിലുള്ള മൊത്തം പോയിന്റ്സ് നോക്കണം. ഇവിടെ നിന്നൊരു പോയിന്റ് എടുക്കുക, അതിനെ എങ്ങോട്ടാണ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ എങ്ങോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് സെയിം തീറ്റ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഈ പോയിന്റിന്റെ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷൻ കോൺവെക്സ് ആണോ എന്ന് നോക്കാം. പക്ഷെ അങ്ങനെ നോക്കണമെങ്കിൽ ഒറ്റ പോയിന്റിനെ മാത്രം നോക്കിയാൽ പോരാ. യു ഹാവ് ടു കൺസിഡർ എവറി സിംഗിൾ പോയിന്റ് ഇൻസൈഡ് ദ സെറ്റ്. നമുക്ക് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ചും ഈ സെറ്റൊക്കെ ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. എല്ലാ പോയിന്റിനെയും എടുത്ത് നോക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയർ ടു ഇമ്പോസിബിൾ. അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ കോൺവെക്സ് ആണോ എന്ന് അറിയാനായിട്ട് വി ഹാവ് അനദർ മെത്തേഡ് ആൻഡ് ദാറ്റ് ഈസ് ബൈ യൂസിങ് ഡെറിവേറ്റീവ്സ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതേപോലെ എടുക്കുക. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ ദിസ് പോയിന്റ് ഈസ് ഇൻ ഫാക്ട് എക്സ് ആൻഡ് ദിസ് പോയിന്റ് ഈസ് ഇൻ ഫാക്ട് വൈ എന്നുള്ള രീതിയിൽ എടുക്കുക. അങ്ങനെയാണെങ്കിൽ the only thing that you have to check is ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് എടുക്കുക. എന്നിട്ട് ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. വാട്ട് ഈസ് ദ ഇൻഇക്വാലിറ്റി? എഫ് ഓഫ് വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേഡിയൻറ്റ് അറ്റ് എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ദ ഹോൾ ട്രാൻസ്പോസ് ഇൻറ്റു വൈ മൈനസ് എക്സ്. ഈ ഒരു ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതായത് ഇതെന്താണ് പറയുന്നത്? എഫ് ഓഫ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനിലെ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണ് എഫ് ഓഫ് വൈ, റൈറ്റ്? ദിസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ്. ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് എ ടാൻജൻറ്റ്. അതിൻ്റെ പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും, നമുക്കറിയാം. ഈ സ്ലോ ദിസ് ഇൻറ്റു y മൈനസ് എക്സ്, ദിസ് ഗ്രേഡിയൻറ്റ് ഇൻറ്റു വൈ മൈനസ് എക്സിനേക്കാൾ കൂടുതലാണോ ഇവിടുത്തെ വാല്യൂ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിലാണ് ഫംഗ്ഷൻ കോൺവെക്സ് ആകുന്നത്. ഇത് വളരെ സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈ മൈനസ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഡിഫറൻസ് ആണല്ലേ. ഈ ഗ്രേഡിയൻറ്റ് ഇതിങ്ങനെ താഴോട്ടാണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓക്കെ വി ആർ ട്രൈങ് ടു കൺവേർജ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളിപ്പോൾ ഇത് ഇവിടേക്കാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ സാധാരണ കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇതിനെ നിങ്ങൾ എക്സ് ആയിട്ടും ഇതിനെ നിങ്ങൾ വൈയുമായിട്ടും എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടാൻജൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ പോകേണ്ടതായിരുന്നു. പക്ഷേ ഈ വൈ എന്ന് പറയുന്നത്, എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ മുകളിലേക്കേ വരത്തുള്ളൂ. ടാൻജൻറ്റ് എടുത്തിരുന്നെങ്കിൽ, ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ ടാൻജൻ്റ് ആണല്ലോ, ഈ ഗ്രേഡിയൻ്റ് എടുത്തിരുന്നെങ്കിൽ ഏതാണ്ട് ഇവിടെ കിട്ടേണ്ട ഒരു സാധനം, പക്ഷെ ആക്ച്വൽ ഫംഗ്ഷൻ കോൺവെക്സ് ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ മുകളിലേക്കായിരിക്കും കിട്ടുക. ഇവിടെ കിട്ടേണ്ടിയിരുന്ന ഒരു സാധനം ആക്ച്വലി എഫ് ഓഫ് ഐ ഇവിടെ കിട്ടേണ്ടിരുന്നത്, ഗ്രേഡിയൻ്റ് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ പോകേണ്ടിയിരുന്ന ഒരു സാധനം ആക്ച്വലി കുറച്ചുകൂടെ മുകളിലേക്കാണ് കിട്ടുന്നതെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് ആക്ച്വലി ഗെറ്റിംഗ് കോൺവെക്സ്. അതേസമയം നിങ്ങൾ ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ എക്സും ഇവിടെ വൈയും എടുക്കുകയാണെങ്കിൽ ദിസ് എക്സ് ദിസ് ഇസ് വൈ ഇങ്ങനെയായിരിക്കും. ഇവിടെ ടാൻജൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പോവുക അല്ലേ. ടാൻജൻറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെയായിരിക്കും പോവുക. ഏതാണ്ട് ഇവിടെ കിട്ടേണ്ടതായിരുന്നു, ഇവിടെ കിട്ടേണ്ടതിനേക്കാൾ ലെസ്സായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് ഇൻ ഫാക്ട് കോൺകേവ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ്?
മനസ്സിലാവുന്നുണ്ടോ? ലെറ്റ് മീ ചെക്ക് യുവർ കമൻസ്. Okay, Agnes, what about others? Ananya, okay. വിവേക്, ഓക്കെ. മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു, കാരണം അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും അല്ല നമ്മളിവിടെ പറഞ്ഞത്. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ ചെയ്തിട്ട് നിർത്തിയേക്കാം. ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. The negative entropy f of x is equal to x log x to the base 2. എൻട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിലെ റാൻഡംനെസ്സിനെ അത്രയും കോംപ്ലിക്കേഷൻസിലേക്ക് പോകണ്ട. നിങ്ങൾ മെഷീൻ ലേണിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എൻട്രോപ്പിയെ പറ്റി കൂടുതൽ പഠിക്കും. നമുക്ക് തൽക്കാലം we have a function f of x is equal to x log x to the base 2. We have a function f of x is equal to x log x to the base 2. ഈ ഫംഗ്ഷൻ കോൺകേവ് ആണോ കോൺവെക്സ് ആണോ, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ കോൺവെക്സ് ആണെന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. അത്രയും മാത്രമാണ് നമുക്ക് ആകെ വേണ്ടത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നുള്ളത്. if convex for x greater than or equal to 0, അത് പ്രത്യേകം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ടുള്ള നമുക്ക് 3 വഴികളാണുള്ളത്. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ we can plot this particular function and from the shape of the function we can find out whether this function is convex or not. അല്ലേ, നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇതിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലൂ സിമ്പിൾ കാണുന്ന പോലെ വരും. ഇതിങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ കിട്ടും. റൈറ്റ്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻ ഫാക്ട് കോൺവെക്സ്. കാണുമ്പോൾ തന്നെ അറിയാം കോൺവെക്സ് ആണ്. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതാണ് കോൺവെക്സ്. മുകളിലേക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതാണ് കോൺവെക്സ്. പക്ഷേ ഈ എല്ലാ ഫംഗ്ഷനെയും നമുക്കിങ്ങനെ, എസ്പെഷ്യലി വെൻ വി ഹാവ് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഓർ മൾട്ടിപ്പിൾ വേരിയബിൾസ്, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ഫോർ us to determine the shape of the function or to plot the function. അതൊന്നും നമുക്ക് എളുപ്പമല്ല. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ വേയിലേക്ക് പോകാം. രണ്ടാമത്തെ വേ എന്തായിരുന്നു? രണ്ടാമത്തെ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫംഗ്ഷൻ ഉണ്ട്. ഇത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ആണെന്ന് എടുക്കുക. ദിസ് ഈസ് എഫ് ഓഫ് എ, ദിസ് ഈസ് എഫ് ഓഫ് ബി എന്നെടുക്കുക. ഇത് എയും ബിയും, റൈറ്റ്, എ ബി. അങ്ങനെയാണെങ്കിൽ ഇത് ഈ രണ്ട് ലൈൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ പോയിന്റ് എടുക്കുക. ഇതിൻ്റെ എഫ് ഓഫ് ദിസ് പർട്ടിക്കുലർ പോയിന്റ്, ഇത് പി ആണെങ്കിൽ ദിസ് ഈസ് എഫ് ഓഫ് പി എടുക്കുക, റൈറ്റ്. ആൻഡ് ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഏത് തീറ്റ വാല്യൂ ഉപയോഗിച്ചോ അതേ തീറ്റ വാല്യൂ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുക. ഈ കിട്ടുന്ന പോയിന്റ്, ദിസ് പർട്ടിക്കുലർ പോയിന്റ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് പി എന്ന് കാണിക്കുക. അങ്ങനെ വേണമെങ്കിൽ ഫംഗ്ഷൻ കോൺവെക്സ് ആണെന്ന് നമുക്ക് ആർഗ്യൂ ചെയ്യാം. നമുക്ക് അതിനെ പറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 പോയിന്റ്സ് എടുക്കുന്നു, 2ഉം 4ഉം. നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആണെന്ന് നമുക്ക് തൽക്കാലം എടുക്കാം. ഇങ്ങനെയൊന്നും ആകണമെന്നില്ല. ഇങ്ങനെ നമുക്കിവിടെ 2 പോയിന്റ്സ് എടുക്കാം. ദിസ് ഈസ് 2 ആൻഡ് ദിസ് ഈസ് 4. 2ഉം 4, റൈറ്റ്. ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഹിയർ. ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മിഡ് പോയിന്റ് കിട്ടും. മിഡ് പോയിന്റ് കിട്ടാനായിട്ട് തീറ്റയുടെ വാല്യൂ 0.5 ഇട്ട് കൊടുത്താൽ മതി. തീറ്റയുടെ വാല്യൂ 0.5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മിഡ് പോയിന്റ്? ദിസ് പർട്ടിക്കുലർ പോയിന്റ് പി വിൽ ബി വാട്ട് ഈസ് പി? P is theta into left point 2 plus 1 minus theta into right point, that is 4. What is that? Theta into left point means what? Theta into left point. Just a moment. Okay, back. So theta into left point plus 1 minus theta into right point. What is theta? 0.5. That is 0.5 into 2. 0.5 into 2 is 1 plus 1 minus theta. That is 1 minus 0.5 is again 0.5. 0.5 into 4 is again 2. It is 3. So 3 is the. So in fact, this 3 is the midpoint, right?
So we can find f of p. What is f of p? F of p is in fact this is f of p. F of p is in fact f of 3. F of 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഫംഗ്ഷനിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഫ് ഓഫ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 log 3 is 4.75 എന്ന് കിട്ടും. ദിസ് ഇസ് പി ആണെങ്കിൽ എഫ് ഓഫ് പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ഫാക്ട് 4.75 എന്നാണ് കിട്ടുക. ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ 3 ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തായിട്ട് ഇത് നോക്കാം. തീറ്റയുടെ വാല്യൂ നമ്മൾ 0.5 ആണല്ലോ ഇട്ട് കൊടുത്തേക്കുന്നത്. ദിസ് പർട്ടിക്കുലർ പോയിന്റ്, ദിസ് ഈസ് എഫ് ഓഫ് 2, ദിസ് ഈസ് എഫ് ഓഫ് 4. വാട്ട് ഈസ് എഫ് ഓഫ് 2? F of 2 is 2 log 2. What is that? 2 log 2 is okay. This is 2 log 2 is 1, and f of 4, which is 2 times the log to the, in fact that is 1 only. This is 4 log to the base 2, that is again 4 അല്ലേ? കാരണം log of 2 to the base 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ 2 into 1 is 1, 4 into 1 is 4. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ ഈ പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് നോക്കാം. ഈ പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് തൽക്കാലം ക്യൂ എന്ന് വിളിക്കാം. സോ ക്യൂ ഈസ് തീറ്റ ഇൻറ്റു ലെഫ്റ്റ് പോയിന്റ്. തീറ്റ എന്ന് വെച്ചാൽ 0.5 ഇൻറ്റു ലെഫ്റ്റ് പോയിന്റ്. വാട്ട് ഈസ് ദ ലെഫ്റ്റ് പോയിന്റ്? എഫ് ഓഫ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ഫാക്ട് 1 plus 1 minus theta. 1 minus theta means 1 minus 0.5 into right point. What is right point? It is 4. Okay, that is this is 0.5 into So log 2 to the base 2 1 അല്ലേ? അപ്പോൾ 2 into 1 2 ആവുമല്ലോ. ഓക്കെ, ഇത് 2 ആയിരുന്നു വരേണ്ടത്, അതാണ്. This is 2. Okay, yeah, this is 2. Let me write it correct. This is 2. This is 2. That is 1 plus 0.5 into what is f of 4? F of 4 ഇതെന്തുകൊണ്ടാണ് എനിക്ക് ഇവിടുത്തെ ഈ വാല്യൂ കിട്ടാത്തത്? ഓക്കെ, 4 log 2 to the base 2 ആയിരുന്നില്ല, ഇവിടെ 4 ആയിരുന്നു വരേണ്ടത് അല്ലേ? ഓക്കെ, ഇത് ആക്ച്വലി 4 ആയിരുന്നു വരേണ്ടത്. ദിസ് ഈസ് ഇൻ ഫാക്ട് 4. സോ ദിസ് വിൽ ബി ഇൻ ഫാക്ട് 8. ഇവിടെ 4 ആയിരുന്നല്ലോ. സോ 0.5 into is actually 8. That is 4, which is equal to 5. It's in fact 5. So Q is in fact 5. And what is this f of p? F of p is 4.75 only, but Q is in fact 5. കാരണം Q എന്ന് പറയുന്ന പോയിന്റ് f of p യേക്കാൾ ഗ്രേറ്റർ ആയതുകൊണ്ട് we can say that this particular function is convex in nature. അങ്ങനെ പറയാമോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി പറയാൻ കഴിയില്ല. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പോയിന്റ്സും കൺസിഡർ ചെയ്യണമായിരുന്നു. നമ്മളിവിടെ ആകെ 2 പോയിന്റ്സ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എക്സിൻ്റെ 0യേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും എടുത്ത് എല്ലായിടത്തും ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് പർട്ടിക്കുലർ ഫംഗ്ഷൻ ഈസ് കോൺവെക്സ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു 2 പോയിന്റ്സിന് വെരിഫിക്കേഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് ആക്ച്വലി മുമ്പേ പറഞ്ഞ പോലെയുള്ള ഒരു പ്രൂഫിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ബട്ട് ഫോർ വെരിഫിക്കേഷൻ വി ക്യാൻ സേ ദാറ്റ് ഫോർ ദീസ് 2 പോയിന്റ്സ് ദ ഫംഗ്ഷൻ ഈസ് കോൺവെക്സ് ഇൻ നേച്ചർ എന്ന് പറയാം. However, to prove convexity, we need to check all points. നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടില്ല, നമ്മൾ ആകെ 2 പോയിന്റ്സ് ചെക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി ലാസ്റ്റ് മെത്തേഡ് എടുക്കാം. ലാസ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇതിനെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈ പർട്ടിക്കുലർ ഏതെങ്കിലും 2 പോയിന്റ്സ് എടുക്കുക. ഈ 2ഉം 4ഉം ഇങ്ങനെ നമ്മൾ എടുക്കാം. ഇങ്ങനെയാണെന്നിരിക്കട്ടെ. ദിസ് ഈസ് 2, ദിസ് ഈസ് 4 എന്നിരിക്കട്ടെ, ഈ 2 പോയിന്റ്സ്. ഓക്കെ, ഇവിടെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക.
ഈ ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞ ലാസ്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു? എഫ് ഓഫ് വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു what was the concept? F of y should be greater than or equal to f of x plus del x of fx the whole transpose into y minus x. ഈ രീതിയിൽ കണ്ടുപിടിക്കുക. നമുക്ക് രണ്ട് പോയിന്റ്സ് എടുക്കാം. this is x and this is y, left point right point. നമുക്ക് എഫ് ഓഫ് ലെഫ്റ്റ് പോയിന്റ് എടുക്കാം. വാട്ട് ഈസ് എഫ് ഓഫ് ലെഫ്റ്റ് പോയിന്റ്? എഫ് ഓഫ് ലെഫ്റ്റ് പോയിന്റ് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് ഓഫ് 2 നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? എഫ് ഓഫ് ലെഫ്റ്റ് പോയിന്റ് 2 into log of 2 to the base 2, which is in fact 2 only. F of right point അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 4 into log of 4 to the base 2, that is this is 2 into 4, this is 8. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ എഫ് ഓഫ് എക്സിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അറ്റ് ലെഫ്റ്റ് പോയിന്റ്. അറ്റ് ലെഫ്റ്റ് പോയിന്റ് എഫ് ഓഫ് എക്സ് വാസ് വാട്ട് വാസ് എഫ് ഓഫ് എക്സ്? എക്സ് log x എന്നുള്ളതായിരുന്നു എഫ് ഓഫ് എക്സ്. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 2 അതെത്ര വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, വാട്ട് ഈസ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഓഫ് എക്സ്? ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. 1 ഇൻറ്റു നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ സെക്കൻഡ്, ആ രീതിയിൽ ഉപയോഗിക്കാം. That is 1 into log x to the base 2 plus x into 1 by x log 2 to the base e, which is actually equal to log x to the base 2 plus 1 by log 2 to the base e. ഇതാണ് ഇതിൻ്റെ ആക്ച്വലി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കുക. എക്സിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് പോയിന്റിലുള്ള ഗ്രേഡിയൻറ്റിൻ്റെ വാല്യൂ ആവേണ്ട എക്സിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഇതേപോലെ കിട്ടും. നമുക്ക് അവസാനം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഇക്വാളിറ്റി ആണോ ചെക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടത്. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് എഫ് ഓഫ് എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? ദിസ് ഈസ് എഫ് ഓഫ് 2 പ്ലസ് this gradient of f of x at x equal to 2. What is that? Okay, നമുക്ക് തൽക്കാലം del of f of 2 എന്ന് എഴുതാം into y minus x. What is y minus x? y is in fact 4, x is in fact 2, right? What is this? This is in fact ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 6.9 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. 6.9 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക, റൈറ്റ്? ആൻഡ് വാട്ട് ഈസ് എഫ് ഓഫ് വൈ? എഫ് ഓഫ് വൈ എന്ന് വെച്ചാൽ എഫ് ഓഫ് 4 അത് 8 ആണ് എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഇവിടെ നമുക്കറിയാം എഫ് ഓഫ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് പർട്ടിക്കുലർ 6.9, റൈറ്റ്? അങ്ങനെയാണെങ്കിലും ഈ ഫംഗ്ഷൻ കോൺവെക്സ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെയും നമ്മൾ ആകെ 2 പോയിന്റ്സ് എടുത്ത് വെരിഫൈ ചെയ്തിട്ടേ ഉള്ളൂ. ഇതെല്ലായിടത്തും നമ്മൾ ആക്ച്വലി ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ രീതിയിലൊക്കെയാണ് ഒരു ഫംഗ്ഷൻ നമ്മൾ കോൺവെക്സ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ കോൺവെക്സ് ഫംഗ്ഷൻസിനെ പറ്റിയാണ് ഇന്ന് പഠിച്ചത്. കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കോൺവെക്സ് ഒപ്റ്റിമൈസേഷനെ പറ്റി പറഞ്ഞു. കോൺവെക്സ് സെറ്റ് എന്താണെന്ന് പറഞ്ഞു. കോൺവെക്സ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ, ഒരു സെറ്റിനകത്തുള്ള 2 പോയിന്റ്സിനെ ചേർത്തൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻസിനകത്തുള്ള എല്ലാ പോയിന്റ്സും ആ സെറ്റിനകത്തുണ്ടാവും. അടുത്തായിട്ട് കോൺവെക്സ് ഫംഗ്ഷനെ പറ്റി പറഞ്ഞു. കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺവെക്സ് സെറ്റിനകത്തുള്ള ഒരു കോൺവെക്സ് സെറ്റിനെ ബേസ് ചെയ്തുള്ള ഫംഗ്ഷനാണ് കോൺവെക്സ് ഫംഗ്ഷൻ. കോൺവെക്സ് സെറ്റിലെ 2 പോയിന്റ്സ് ചേർത്ത് ഒരു ലൈൻ വരയ്ക്കുക, രണ്ടിൻ്റെയും മാപ്സ് എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഈ ലൈനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിന്റെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ഈ ഫംഗ്ഷനകത്ത് വരും. പക്ഷേ അത് ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് പോയിന്റ് along the straight line ended with f of a and f of b. അതിനെയാണ് കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കോൺവെക്സ് ഫംഗ്ഷൻ്റെ അടുത്ത പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിരുന്നു. ഇത് ഉപയോഗിച്ച് നമ്മളൊരു എക്സാമ്പിളും ചെയ്യും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോൺവെക്സ് ഫംഗ്ഷൻസിനെ പറ്റിയും കോൺവെക്സ് സെറ്റ്സിനെ പറ്റിയൊക്കെ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പിന്നീട് അടുത്ത ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് ആണ്. സി where is this thing? Okay.